ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു നട്ടപ്പതിര വീഡിയോ. കുറേ ദിവസമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു കോണ്ടൻറ്റാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. രാവിലെയൊക്കെ കുറച്ച് ബിസി ആയതുകൊണ്ട് കേട്ടോ നട്ടപ്പതിര വീഡിയോ ആയിട്ട് വന്നത്. വി ഡി സതീശനാണെങ്കിലും UDFൻ്റെ ബാക്കി പല നേതാക്കന്മാരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് ചാനൽ ചർച്ചകളിൽ വരുന്ന UDFൻ്റെ മൗത്ത് പീസുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒറ്റ ചോദ്യത്തിൻ്റെ മുകളിൽ ഉത്തരം മുട്ടുകയാണ്. വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യം. സീറോ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു UDF നേതാവിനും ഒരു മൗത്ത് പീസിനും ഒരു സൈബർ ഹാൻഡിലിനും ഇതിനുത്തരം പറയാൻ പറ്റുന്നില്ല. നേതാക്കന്മാരാണല്ലോ ഇതിന് ആദ്യം ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടത്, എന്നാലും ഇവർക്കിത് പ്രൊപ്പഗണ്ട അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറ്റുന്നില്ല. വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ കോൺഗ്രസ് മൊത്തം 351 കോടി രൂപ ജനങ്ങളിൽ നിന്ന് കൂപ്പണായിട്ടും ആപ്പായിട്ടും പിരിച്ചു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ MV നികേഷ് കുമാർ ഈ ചങ്ങായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട് എടുത്തിട്ടു. അവിടെ മുതൽ കൊടൂരമായ ചർച്ചകളും ആൻഡ് ഈ ഒരു ഭരണവിരുദ്ധ ഒരു തരം ഓളം കേരളത്തിലുള്ളപ്പോഴും കോൺഗ്രസിൻ്റെ വായടഞ്ഞു പോകുന്ന രീതിയിലായിപ്പോയി. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ടൗൺഷിപ്പും പ്രൊജക്റ്റും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സും കൊടുക്കാത്ത ഈ മെല്ലപ്പോക്ക് എന്നൊക്കെ പറഞ്ഞ്, ഇത് മെല്ലപ്പോക്കല്ല, ക്ലാരിറ്റി ഇല്ലായ്മ. ഇവിടെ ശരിക്ക് UDFൻ്റെ ഉത്തരം മുട്ടി, VD സതീശന് ഉത്തരം മുട്ടി, എല്ലാ നേതാക്കന്മാർക്കും ഉത്തരം മുട്ടി. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന് പാട്ട് പാടുന്നൊക്കെ കണ്ടു, സ്വർണം കട്ടത് ആരപ്പാന്നൊക്കെ. അപ്പോൾ പിണറായിൻ്റെ മറ്റേ ഡയലോഗായിരുന്നു, വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അതൊന്നുമല്ല ഉത്തരം മുട്ടുന്ന അവസ്ഥ. ഉത്തരം മുട്ടുന്നത് ഈവൻ രാഹുൽ ഗാന്ധിക്കാണെങ്കിൽ പോലും ഇവിടെയാണ്. പൈസ എവിടെ, പൈസ പിരിച്ചത് എത്ര, അത് ഏത് ബാങ്കിൽ, ഏത് അക്കൗണ്ടിൽ, അറ്റ്ലീസ്റ്റ് അത് കാണിച്ചാൽ മതി. ഇനി പ്രതിപക്ഷ നേതാവിൻ്റെ കുറച്ച് റീലുകൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഞങ്ങൾ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ചെയ്ത്, ഒന്ന് രാഹുൽ ഗാന്ധി ഇടപെട്ട് കർണാടക ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ച 100 വീടുകളുടെ പണം കൈമാറി. ഒന്ന്, ലീഗ് പ്രഖ്യാപിച്ച 100 വീടുകളുടെ സ്ഥലം ഏറ്റെടുത്ത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അപ്പോൾ എത്രയും 200 വീടായി, ആകെ 400 വീടേ ഉള്ളൂ. ഇനി ഞങ്ങളുടെ സ്ഥലം കിട്ടാൻ അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പോൾ 300 വീടാവും. അപ്പോൾ ആകെ 400 വീടേ നിർമ്മിക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ 300 വീട് നിർമ്മിക്കുന്നത് UDFുമായിട്ട് ബന്ധപ്പെട്ട്, കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ പിരിച്ച പണവും ഞങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളും അത് പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കും. 1 രൂപ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. കാരണം അതൊരു കോമൺ ആപ്പ് വെച്ചിട്ടാണ് ഞങ്ങളെ കളക്ഷൻ നടത്തിയത്. ആ കോമൺ ആപ്പ് വളരെ ക്ലിയർ ആണ്. എത്ര രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെന്നത് വളരെ ക്ലിയറാണ്. അത് CLP ലീഡറിന്റെ KPCC പ്രസിഡന്റിന്റെ പേരിൽ, ആദ്യം എന്റെ സുധാകരന്റെ പേരിലായിരുന്നു, ഇപ്പൊ എന്റെ സണ്ണി ജോസഫിന്റെ പേരിലാണ്. ഞങ്ങൾ ഒപ്പിടാതെ ഒരു ചെക്ക് അവിടെ മാറി. ഞങ്ങൾ ഒപ്പിട്ട ചെക്കിന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് അടക്കാം. ഞങ്ങൾ ഏത് കാര്യത്തിനാണ്, ഇപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ അതിന് ആ ആപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആദ്യം കൊടുത്തതല്ലാതെ വേറൊരു കാര്യത്തിലും ആ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ മാറിയിട്ടില്ല. പിന്നെ ഞങ്ങളിപ്പോ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണ്ടിട്ട് ഇന്നും ഒരു ചെക്ക് കൊടുക്കണം. അടുത്ത സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കൂടിയായി. ഇതിനോട് ചേർന്നുള്ള വേറെ സ്ഥലം കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ കൂടിയായി. അതിന്റെ ചെക്ക് ഒപ്പിട്ടിട്ട് KPCC പ്രസിഡന്റ് എന്റെ അടുത്തേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. ഞാനും കൂടി ഇന്ന് ചെക്ക് ഒപ്പിടും. സ്ഥലം മേടിക്കാനല്ലാതെ, പിന്നെ ഈ ആപ്പിന്റെ പൈസ, ചെറിയ പൈസ കൊടുക്കാനല്ലാതെ ഒരു കാര്യത്തിനും ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തില്ല. ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് പൊതുജനങ്ങളുടെ പൊതുസമക്ഷം എപ്പോഴാണ് കണക്ക് അവതരിപ്പിക്കുന്നത്? CPM ചോദിക്കുമ്പോഴല്ലല്ലോ ഞങ്ങൾ കണക്ക് പറയുന്നത്. ഞങ്ങൾ കണക്ക് പറയുന്നത് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങൾക്ക് ഇനിയും പൈസ വേണം, കുറെ കൂടി പൈസ വേണം. അത് AICC ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇത്രയും കാര്യങ്ങൾ VD സതീശൻ പലപ്പോഴായിട്ട് ജനങ്ങളെ മുന്നിൽ, മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ വിഷയങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരുമ്പോൾ, അതായത് പിരിച്ച ഫണ്ട് എത്ര സാർ, ഏത് അക്കൗണ്ടിലാണ് സാർ, അപ്പോഴാണ് പറഞ്ഞത് സ്വന്തം അക്കൗണ്ടിലും പിന്നെ മറ്റേ അക്കൗണ്ടിലുമായിട്ട് കിടക്കുന്നുണ്ടെന്ന്. ഇത് ജനങ്ങളോട് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറയാമെന്നുള്ളത്
അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ ഇതിനെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോഴും അപ്പോഴും ആയിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ കണക്കില്ല, കൃത്യമായ കണക്ക് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അതൊരു ക്രൈമാണ്. ഞാൻ പറയുമ്പോൾ UDFിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളോട് ക്രൈമാണത്. പറയണ്ടേ, ക്ലാരിറ്റി കൊടുക്കണ്ടേ. UDF എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്, അതിനോട് ചായ്വുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പല സാഹചര്യങ്ങളിലും വേറെ പാർട്ടി അനുഭാവികളോടടക്കം പല രീതിയിലുള്ള വാക്പോരിൽ ഏർപ്പെടുമ്പോൾ ഒരു UDFകാരൻ്റെ വായിൽ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമായിട്ട് വയനാട് ടൗൺഷിപ്പ് ഇപ്പോഴും UDF ഒരു വീട് വെച്ച് കൊടുക്കുന്ന പോട്ടെ, ഒരു പ്രൊജക്റ്റില്ല, ആ പ്രൊജക്റ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു മോഡൽ കാണിക്കാനില്ല, ഒന്നുമില്ല, അതിൻ്റെ ഒരു 3D പോലും ഇല്ല. എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് അവർ പുൾ ഓഫ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പം റിപ്പോർട്ടർ ചാനലിനെതിരെ എല്ലാവരും ഒന്നടങ്കം ഇപ്പോൾ തിരിഞ്ഞൊരവസ്ഥയാണ്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കിടയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ തള്ളിക്കളയാൻ പറ്റുന്നൊരു ഐറ്റം ഒന്നുമല്ല. നമുക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ നോക്കാം. വയനാട് വിഷയത്തിൽ ചുരുങ്ങിയത് 4 പ്രധാനപ്പെട്ട വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതിൽ ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ഭൂമി ഏറ്റെടുക്കാൻ കോൺഗ്രസ് വൈകിയത് സർക്കാർ ഭൂമി കൊടുക്കില്ല എന്നറിയിക്കാൻ വൈകിയത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ആണല്ലോ, എന്നിട്ട് ആർക്കും ഈ പാനലിരിക്കുന്നവർക്കൊന്നും അതിനകത്ത് യാതൊരു തർക്കമില്ലല്ലോ. അങ്ങനെ തന്നെയാണല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ശരി, എന്നാൽ ഞാൻ 2 യോഗങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്ന്, 29/8/2014 കൂടിയ സർവകക്ഷി യോഗം. ആ സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സ് എൻ്റെ കയ്യിലുണ്ട്. ആ മിനിറ്റ്സിൽ അന്ന് പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ഇതേപോലെ ടൗൺഷിപ്പിന് പുറത്ത് വേണമെന്നൊരാവശ്യം ഉന്നയിച്ചിട്ടില്ല. സർവകക്ഷി യോഗത്തിലായിരിക്കുമല്ലോ ഇത് രേഖാമൂലം ഉന്നയിക്കേണ്ടത്. ഇനി അത് പോകട്ടെ, സർവകക്ഷി യോഗത്തിലല്ലെന്ന് കരുതുക. 1/1/2025 4/1/2025 2 ദിവസങ്ങളിലായി സ്പോൺസർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. 22 പേർ അതിൽ പങ്കെടുത്തു. 100-ലധികം വീടുകൾ സ്പോൺസർ ചെയ്തവരുടെ പ്രതിനിധിയായി പ്രതിപക്ഷ നേതാവും അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിൽ പങ്കെടുത്തു പറഞ്ഞ 2 കാര്യങ്ങളിൽ ഒന്ന്, ഈ പറയുന്ന പുനരധിവാസത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഒരു പോയിന്റ്. 2, 30 ലക്ഷം എന്ന് പറഞ്ഞത് 15 ലക്ഷമാക്കി കുറയ്ക്കണം എന്നുള്ളതാണ്. ഇതിനും അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന് പുറത്തേക്ക് കോൺഗ്രസിന് വീട് നൽകണമെന്നോ വീട് നൽകേണ്ടതിന്റെ ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒരു വാക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായി മിനിറ്റ്സിലില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ലഭ്യമായിരിക്കുന്ന ഈ 3 രേഖകളിലും സർവകക്ഷി യോഗത്തിന്റെ മിനിറ്റ്സിലും 1/1/2025 4/1/2025 സ്പോൺസർമാരുടെ യോഗത്തിലും പ്രതിപക്ഷ നേതാവോ പാർട്ടിയോ അങ്ങനൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. ഇന്ന് ഞാൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കുമ്പോഴും റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അടുത്തേക്ക് അങ്ങനെ രേഖാമൂലം ഒരു അപേക്ഷ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ സർക്കാരിനോട് ചോദിക്കാത്തൊരു കാര്യം, സർക്കാർ നേരത്തെ തന്നെ അവിടെയുള്ള ഭൂമി ഞങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നത് വിലവാങ്ങിയാണ് എന്ന് പറയുന്ന കാര്യം, ടൗൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യം ആദ്യത്തെ സർവകക്ഷി യോഗത്തിൽ തന്നെ തീരുമാനമായ കാര്യം മറച്ചുവെച്ച് സർക്കാരിൽ നിന്ന് ഭൂമി ലഭിക്കുന്നതിന് ഉള്ള കാലതാമസമാണ് ഞങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ വൈകിയത് എന്ന് പറയുന്നത് ആദ്യത്തെ വാസ്തവവിരുദ്ധമായ കാര്യം. ഇത് പല കോൺഗ്രസ് ഗ്രൂപ്പുകളിലും കോൺഗ്രസിൻ്റെ ക്യാപ്സ്യൂളായിട്ട് വന്നിട്ടുള്ള ഐറ്റമാണ് സർക്കാർ സ്ഥലം തന്നില്ല, സർക്കാർ ഇടങ്കോലിട്ടു. അപ്പോഴൊക്കെ ഞാൻ പല രീതിയിലായിട്ടുള്ള ആളുകളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. മക്കളെ, നിങ്ങൾ സർക്കാർ സ്ഥലം തന്നില്ല എന്ന് പറയുമ്പോൾ ഈ വയനാട്ടിലൊരു സർക്കാർ മാത്രമാണോ വീട് വെച്ചു കൊടുത്തു? മുസ്ലിം ലീഗ് വീട് വെച്ചു കൊടുത്തു, ഇല്ലെങ്കിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ്, കൺസോഷ്യങ്ങൾ, ഇഷ്ടം പോലെ ആൾക്കാർ, വേറെ ആൾക്കാർ കർണാടകയിൽ നിന്നൊക്കെ വന്നു ഇവിടെ വീട് വെച്ച് കൊടുത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ എങ്ങനെ സ്ഥലം കിട്ടി? ഇവരൊക്കെ സ്ഥലം വാങ്ങാൻ കൊടുത്ത് സർക്കാർ സഹായിച്ചതാണോ, അതോ ഇൻഡിവിജ്വലായിട്ട് അവർ പർച്ചേസ് ചെയ്തതാണോ ലാൻഡ്? അപ്പം അതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ തന്നെയല്ലേ. അപ്പം ഇവിടെ എന്താണ് വിഷയം? എന്തുകൊണ്ടാണ് UDFന് സ്ഥലം വാങ്ങാനും സ്ഥലം കിട്ടാനും സർക്കാരിൻ്റെ ഒരു പെർമിഷൻ വേണമെന്നുള്ളൊരു അവസ്ഥ എന്തുകൊണ്ട് വന്നു? അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത്. അപ്പം സർക്കാർ സ്ഥലം തന്നില്ല, അല്ലെങ്കിൽ സർക്കാരിനോട് ചോദിച്ച സ്ഥലം കിട്ടിയില്ല, സർക്കാർ പെർമിഷൻ കിട്ടിയില്ല എന്നുള്ള വാദമാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളെ പ്രവർത്തകരോടെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതും ഈ ഇലക്ഷൻ ടൈമിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളെ പാർട്ടി ഗ്രൂപ്പിലെങ്കിലും നിങ്ങൾ പറയേണ്ട കാര്യമാണ്. അത് UDFിൻ്റെ ഒരു നേതാക്കന്മാരും മിണ്ടുന്നില്ല. ഓക്കെ, ഇപ്പോൾ മിനിറ്റ്സിലുള്ള ഡീറ്റെയിൽസും കൂടി പുറത്ത് വന്ന സമയത്ത് അണ്ണാക്കിൽ പിരിവെട്ടിയ അവസ്ഥയിലാണ് UDFകാർ പലരും ഇരിക്കുന്നത്. അതിന് എന്ത് പറയാനാണ്? ഇനിയിപ്പോൾ പറയാം, മരംവെട്ടുകാരൻ്റെ ചാനലാണ്, അരുൺകുമാർ മറ്റേ LDF ചായ്വുള്ള ആളാണ്, സ്മൃതി പരുത്തിക്കാട് അപ്പുറത്തിരിക്കുന്നുണ്ട്. സ്മൃതി അല്ലെങ്കിൽ എല്ലാത്തിനും ചാടിക്കളിച്ച് ഉത്തരം പറഞ്ഞു പോരുന്ന
സ്മൃതിക്ക് ഒന്നും പറയില്ല, ഫോണിൽ നോക്കി കളിച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ ലിറ്ററലി. ഇവിടെ യു ഡി എഫിനെ ചായ്വുള്ള അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ ഇതാണ്. യൂത്ത് കോൺഗ്രസും എല്ലാവരും കൂടി പിരിച്ചെടുത്ത പൈസയുടെ കണക്ക് ഒരു മനുഷ്യനും അറിയില്ല. പ്രൊജക്റ്റ് എപ്പോൾ തുടങ്ങുന്നതിനെ കുറിച്ചൊരു പിടുത്തവുമില്ല. സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്ത് കല്ലിട്ട് പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആ പണി തുടങ്ങിയത് എവിടെ തുടങ്ങാൻ? ഒരു എൻ്റെ ഒരു അറിവിലൊരു ടൗൺഷിപ്പിൻ്റെ പണി തുടങ്ങുമ്പോൾ ആദ്യം ആ പ്രൊജക്റ്റിൻ്റെ ഒരു മോഡൽ അവിടെ കാണും. സർക്കാരിൻ്റെ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റിൽ എന്താ നമ്മൾ കണ്ടത്? ആദ്യം ഒരു മോഡൽ വീട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ മോഡൽ വീടെങ്കിലും വെക്കണ്ടേ? ഇലക്ഷൻസ് ആണ് വരാൻ പോകുന്നത്. ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വരും, കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും. വിഷയങ്ങൾ സംഭവിക്കുന്നതൊക്കെ അറിഞ്ഞുകൊണ്ടും യു ഡി എഫിൻ്റെ നേതൃത്വം ഈ രീതിയിലുള്ള അലംഭാവം വയനാട് വിഷയത്തിൽ കാണിച്ചു. അതായത് സർക്കാർ അടക്കം ഏറ്റവും കൂടുതൽ പൊക്കിപ്പിടിക്കാൻ പോകുന്നത് ഈ വയനാട് വിഷയമാണ് എന്നുള്ളത്. ഒരു പ്രകൃതി ദുരന്തം നടന്നു, അവിടെ എങ്ങനെ സർക്കാർ ഇടപെട്ടു, എങ്ങനെ ഒരു ഗവൺമെൻറ്, എങ്ങനെ ഒരു പാർട്ടി ഇടപെട്ടു എന്നുള്ളത് പൊക്കിപ്പിടിച്ചിട്ടായിരിക്കും ഇനി അടുത്തൊരു ഇലക്ഷൻ ഇവർ നേരിടാൻ പോകണമെന്നുള്ളത് കൃത്യമായിട്ട് യു ഡി എഫിന് അറിയാം. എന്നിട്ട് പോലും നമ്മളതിന് പ്രിപ്പയർ ആവണം, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊജക്റ്റ് നമ്മളൊന്ന് എടുത്തു കാണിക്കാൻ നമ്മൾ ഇപ്പോഴേ പണി തുടങ്ങണം എന്നുള്ളത് ഒന്നും നിങ്ങൾ ആരും ഇത് കൺസിഡർ ചെയ്തില്ല. അത് നാട്ടുകാർ നിങ്ങളോട് ചോദിക്കില്ല എന്നുള്ള ധൈര്യമാണോ? കൊള്ളാന്നാണെങ്കിൽ ഇതിന് ഉത്തരം പറയാൻ ആരും ഇല്ലാത്തതുണ്ടല്ലോ. നാഥനില്ല കളരി പോലെയാണ് വയനാടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ അവസ്ഥ. ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ നമ്മുടെ ബിൽഡിംഗ് റൂൾ അനുസരിച്ച്, കെട്ടിട നിർമ്മാണ ചട്ടം അനുസരിച്ച് അവിടെ അതാത് തദ്ദേശ സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്ന് പെർമിറ്റ് വേണം. തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് അങ്ങനെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലൊരു ടൗൺ പ്ലാനിംഗ് ഓഫീസർ അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം മേപ്പാടി പഞ്ചായത്തിൽ 19/3/2026 വന്നിരിക്കുന്ന വിവരാവകാശ രേഖ പ്രകാരം നിലവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്ന പേരിൽ പെർമിറ്റിന് അപേക്ഷകളൊന്നും ഈ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? മേപ്പാടി പഞ്ചായത്തിൽ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടുന്ന അപേക്ഷ പോലും നൽകിയിട്ടില്ല. അപേക്ഷ നൽകാതെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും പണി തുടങ്ങാൻ പറ്റുമോ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി തുടങ്ങി അതിനുശേഷം ഇത് ആന വരാത്തൊരു ഭൂമിയാണ്, ആന വരുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇന്ന് വീടിന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന ഒരു അയൽവാസി നമ്മുടെ ക്യാമറയിൽ പറഞ്ഞെന്താ, 2 ആഴ്ച മുമ്പ് 2 ആന ഇറങ്ങി അവിടെ കവുങ്ങും ഈ മരങ്ങളും ഒക്കെ അവിടെ കുത്തിയിട്ടിട്ട് പോയി എന്നുള്ളതാണ്. ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല, തൊട്ടടുത്ത് ആനയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെൻസിങ്ങും അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആനശല്യമുണ്ട് എന്ന് പറഞ്ഞത് ഇന്ന് അവിടെ ആ വീടിനോട് ആ സ്ഥലത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യം നമ്മുടെ മുന്നിൽ ഒരു ഒറ്റ വിഷയത്തിൽ 4 വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനോട് ആർക്കും വിയോജിപ്പുണ്ടാവില്ലല്ലോ. ഇതിനെ എങ്ങനെയാ പൊളിക്കുക? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിമിഷ നേരം കൊണ്ട് 24 മണിക്കൂർ പോലും ആയുസില്ലാത്ത വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ, അത് നുണയെന്നൊരു വിഭാഗം പറയുന്നു. കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് ബഹുമാനപ്പെട്ട നേതാവ് പിന്മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ എന്താ പറയുക, ഇതില് അരുൺകുമാർ പറഞ്ഞ പോലെ ആർക്കും ഒന്നും തിരിച്ചു പറയാനുണ്ടാവില്ല. ഒരു കോൺഗ്രസ് മൗത്ത് പീസിനും ഇവിടെ ഈ വാദങ്ങൾ പൊളിക്കാനുള്ള ഒന്നും കയ്യിലുണ്ടാവില്ല. അഭിനവർക്ക് കഴിഞ്ഞ ദിവസം വീണ ജോർജിൻ്റെ ഒപ്പം വന്നിരുന്ന് നേർക്ക് നേർ പരിപാടിക്കകത്ത് 20 കോടി രൂപ എങ്ങാണ്ട് DYFI കൊടുത്തത് ഇന്ന ഡേറ്റിനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് വെക്കാൻ നോക്കി. അതും പാളി. കാരണം എന്താ പറയുക, ഇപ്പോഴത്തെ ചോദ്യം വരുന്നത് അവിടെ 20 കോടി എന്നുള്ളൊരു കണക്കെങ്കിലും ഉണ്ട്, അത് ഇന്ന ഡേറ്റിൽ കൊടുത്തു എന്നെങ്കിലും കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ആ ഡേറ്റിന് കിട്ടിയില്ലെങ്കിൽ വേറെ ഡേറ്റിന് അത് കയറിയിട്ടുണ്ടാവും അക്കൗണ്ടിലേക്ക്. നിങ്ങളുടെ എവിടെ, എന്ത് കൊടുത്തു, എത്ര കൊടുത്തു, എങ്ങനെ വന്നു, എത്ര വന്നു, ആപ്പിൽ എത്ര വന്നു, കൂപ്പൺ എത്ര വന്നു, ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവും ഒരു പ്രവർത്തകനും ഒരു നേതാവിനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം എന്നല്ലേ പറയണ്ടേ? ഒരു എലക്ഷൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ജനങ്ങളോട് ഇതിൻ്റെ കണക്ക് ബോധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ സർക്കാരിനോട് കണക്ക് ചോദിക്കുന്ന പോലെ ജനങ്ങൾ പ്രതിപക്ഷത്തോടും കണക്ക് ചോദിക്കും, ഉത്തരം പറയണം. അല്ലാതെ ഇത് ലീഗ് വെച്ചു കൊടുത്ത വീടിൻ്റെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ച് നമ്മളെ സഖ്യകക്ഷിയാണ് ലീഗ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ലെങ്കിൽ 100 വീടിനുള്ള ഫണ്ട് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്ന്, ഇത് പറഞ്ഞാൽ മതിയോ? യൂത്ത് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞ വീട് എവിടെ, അതിൻ്റെ ഫണ്ട് എത്ര വന്നു, എന്തിനൊക്കെ ചിലവാക്കി? കോൺഗ്രസ് ഈ ഫണ്ട് എവിടെ വെച്ചിട്ടുണ്ട്? പ്രതിപക്ഷ നേതാവിൻ്റെ അക്കൗണ്ടിലാണോ? ഇതിനൊക്കെ ഒരു സുതാര്യത വേണ്ടേ? എല്ലാത്തിനും സുതാര്യത വേണമെന്ന് പറയുമ്പോൾ ഇതിനൊരു സുതാര്യത വേണ്ടേ? എല്ലാം കഴിഞ്ഞ ജനങ്ങളോട് കണക്ക് പറയാന്നുള്ളതല്ല അതിനുത്തരം. ഓക്കെ, അത് പ്രതിപക്ഷ നേതാവാണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടത്
ജനങ്ങളെ മുന്നിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഇതിന് ജനങ്ങളോട് ഈ ഇലക്ഷൻ്റെ മുന്നേ കൃത്യമായുള്ള കണക്ക് പറഞ്ഞ് ഉത്തരം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ 3.0 തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിഷയമാണ്. കാരണം ഓൾറെഡി ഡീലും പരിപാടികളൊക്കെ ആയിട്ട് ഒരു സൈഡിൽ കുറേ അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നുണ്ട്. CJP എന്നുള്ളത് ഞാൻ തന്നെ പറയാറുള്ളതാണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി. ഇത് രണ്ടും കൂടിയിട്ടാണ് ഇവന്മാരെ സൈഡാക്കാൻ നോക്കുന്നത് UDFനെ. ആ കൂട്ടത്തിൽ കൂനുമ കുരു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയായി പോയി. ഇത്രയും വലിയ നേതാക്കന്മാരുള്ള, ഇത്രയും വലിയ ബുദ്ധിജീവികൾ നേതാക്കന്മാരുള്ള ഒരു പാർട്ടിക്ക് വയനാട് പിരിച്ച സംഖ്യ എത്രയെന്നോ അതിൻ്റെ കണക്ക് എത്രയെന്നോ അതിൻ്റെ ഒരു ഫോർമാറ്റും റെഡിയാക്കി അവിടെ ഒരു മോഡൽ വീടെങ്കിലും ഇല്ല. ഗതികേടിൻ്റെ അറ്റെന്നല്ലാതെ എന്ത് പറയാൻ. അവരാണ് പറഞ്ഞത് എന്ത്, ഏകദേശം 400 വീടോളം വയനാട്ടിൽ പണിയേണ്ടി വരും, അതിനകത്ത് 100 വീടുകൾ ഞങ്ങൾ പണിതോളാം, 30 വീട് യൂത്ത് കോൺഗ്രസ് പണിതോടാം എന്ന് പറഞ്ഞതാണ്. അത് അവർ തന്നെ പറഞ്ഞാൽ അവരില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം അതെല്ലാം കുറച്ച് എല്ലാം കൂടി 100 വീടാക്കി. അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ 2.5 ഏക്കർ സ്ഥലമേ വാങ്ങിയിട്ടുള്ളൂ. 2.5 ഏക്കർ സ്ഥലത്ത് 7 സെൻറ്റ് സ്ഥലം വെച്ച് എത്ര വീട് പണിയാൻ പറ്റും? അത് ഞാൻ പറയുന്നത് ഈ 30 വീട് പോലും അവിടെ പണിയാൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ് കഴിയാൻ കഴിയത്തില്ല? ഈ പറഞ്ഞ ലേ ഔട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴികൾ കൂടെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ 10-20 വീടേ പണിയാൻ കഴിയത്തുള്ളൂ. മനസ്സിലായില്ലേ? അത് വീട് പണിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അത്രയും വലിയൊരു പ്രൊജക്റ്റ് അല്ലേ, ആ പ്രൊജക്റ്റിന് ടൗൺ പ്ലാനിങ് കൊടുക്കുന്നത് പഞ്ചായത്തിൽ കൊടുക്കണം, പഞ്ചായത്ത് ടൗൺ പ്ലാനിങ് പോകണം, ടൗൺ പ്ലാനിങ് തിരുവനന്തപുരത്ത് പോയി പാസ്സായി വന്നാൽ മാത്രമേ ആ പ്രൊജക്റ്റ് മുന്നോട്ട് പോവുള്ളൂ. അത് ഉണ്ടാക്കുന്ന കമ്പനി എന്ന് പറയുന്ന കമ്പനിയോടൊന്ന് ചോദിച്ചാൽ മതി. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും അങ്ങനെ ഒരു സംവിധാനം മൂവ് ചെയ്തിട്ട് അതിന് പ്ലാൻ പോലും വരച്ചിട്ടില്ല. ഞാൻ ഈ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ, ഇതിനെ ന്യായീകരിക്കാൻ, ഇത്രയും വലിയൊരു പെരുന്നോണനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാണ് 175 വീട് കൊടുത്തതിനകത്ത് കറണ്ടില്ലല്ലോ വെള്ളമില്ലല്ലോ എന്ന്. അതും തമ്മിൽ എന്താ വ്യത്യാസം? അവിടെ ഒരു 100 ഏക്കർ സ്ഥലം, 2.5 ഏക്കർ അല്ല, 100 ഏക്കർ സ്ഥലം തോട്ടഭൂമി എടുത്ത് അവിടെ വീട്, ഒരു 100 ഏക്കർ സ്ഥലത്ത് തോട്ടഭൂമിയിൽ വഴി വെട്ടണമെങ്കിൽ എത്ര സമയം വേണം? ഇത് റോബോട്ടിക് ഒന്നല്ലല്ലോ ചെയ്തത്, മനുഷ്യന്മാർ തന്നെ സിസ്റ്റമാറ്റിക്കായി ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. അതിൻ്റെ 100 ഏക്കർ സ്ഥലത്തിൻ്റെ പ്ലാൻ വരയ്ക്കണം, ആ പ്ലാൻ വരച്ച് സബ്മിറ്റ് ചെയ്യണം, സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് പാസ്സായി തിരിച്ചു വന്നതിന് ശേഷം റോഡ് വെട്ടി ഓരോ 8 സെൻറ്റ് തിരിച്ച് അതിൻ്റെ അകത്ത് വേണ്ട കറണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം, അതിൻ്റെ അകത്ത് പിന്നെന്താ ഡ്രെയിനേജ്, അതിന് വേണ്ട മതില്, ഇതെല്ലാം തിരിച്ച് 4 സോണുകളാക്കി അവിടെ വീട് പണിതിട്ട് ആ വീട് പണിത് വേണ്ട നമ്പർ ഇടണ്ടേ? ഈ നമ്പർ ഇട്ട് ഇലക്ട്രിസിറ്റി ബില്ല്, നമ്പർ ബില്ല്, കറണ്ട് ബില്ലിട്ട് ഓരോരുത്തർക്കും അവരെ അഡ്രസ്സ് അതിലേക്ക് മാറ്റി. കാരണം ഇത് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് വാടകയ്ക്ക് താമസിച്ച് വന്ന ആൾക്കാരല്ല കേട്ടോ. ഒരു ജീവിതം മുഴുവൻ ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയ പാവപ്പെട്ട ആൾക്കാർക്ക് ID കാർഡില്ല, അവരുടെ അഡ്രസ്സ് ഇല്ല, അവർക്കൊരു ഒരു രേഖകളും ഇല്ലാതിരിക്കുന്ന പാവങ്ങൾക്ക് ആ രേഖകൾ മുഴുവൻ റെഡിയാക്കി ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നിങ്ങൾക്ക് 1 മാസത്തിനോ 1.5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കയറി താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്നറിയോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്, ഇപ്പം അവിടെ പഠിക്കുന്ന പല കുട്ടികൾക്ക് ഏത് സ്കൂളിൽ അഡ്രസ്സ് ചേർക്കണം, പുതിയ സ്കൂളിൽ ചേർക്കുന്നത്. കാരണം മേപ്പാടിയാണ്, ചൂരമലയിലാണ് സ്കൂൾ ഉണ്ടായിരുന്നത്. അവർ ആ കൽപ്പറ്റയുടെ ഈ വീടിനനുസരിച്ചുള്ള പല സ്കൂളും കൂടി അവിടെ അഡ്രസ്സ് വേണം അവർക്ക്. പല ആൾക്കാരുടെ അഡ്രസ്സ് വേണം, പല ആൾക്കാർ റേഷൻ കാർഡുകൾ വേണം, പല ആൾക്കാർ ID കാർഡുകൾ വേണം. ഇതൊക്കെ നിങ്ങൾ വീട്ടിൽ താമസിക്കുന്ന മാത്രമായി കണക്കാക്കാൻ പാടില്ല. ഇത് മാത്രം കയറി താമസിച്ച് അതിനകത്ത് പാല് കാച്ചി അതിനകത്ത് ഭക്ഷണം ഉണ്ടാക്കി അവിടെ താമസിക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ സാമ്പത്തികമായിട്ടുള്ള പല സംവിധാനങ്ങൾക്കും അവർക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഏത് അഡ്രസ്സിൽ പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും? വാടക വീടിൻ്റെ അഡ്രസ്സിനോ? അതിനാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. ഒരു കുട്ടികളെ ചേർക്കുമ്പോൾ ഏത് അഡ്രസ്സ് കൊടുക്കും? ഒരു SSLC ബുക്ക് നഷ്ടപ്പെട്ടവനും ദുബായിൽ പോകേണ്ടവനും ഗൾഫിൽ പോകേണ്ടവനും പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏത് അഡ്രസ്സിലാണ് ജീവിക്കേണ്ടത്? അവർക്ക് അഡ്രസ്സ് വേണം. ആ അഡ്രസ്സാണ്, ഒരു മിനിറ്റ് സാർ, ആ അഡ്രസ്സാണ് ആദ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ആ അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്ത സർക്കാരാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകെ 2 കാര്യമുള്ളൂ. എന്താണ്? കുടിവെള്ളവും കറണ്ടും എത്തിയിട്ടില്ല. ശരി, അവൾ ചെയ്യാതിരിക്കുന്നില്ലല്ലോ. രാത്രി 12 മണിക്ക് മണിയെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന വിഷുവിന് മുന്നേ ഇവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യാനും ക്രോസ് ചെയ്യാനും പറ്റിയ ഐറ്റങ്ങളാണ്. കോൺഗ്രസിന് എങ്ങനെ ആവേണ്ടിയിരുന്നു അറിയോ? കോൺഗ്രസ് മാതൃകാപരമായി കൃത്യമായിട്ട് ഈ 100 വീടുകളും പണിയാനുള്ള സ്ഥലം ഏറ്റെടുത്ത് അതിലൊരു മോഡൽ വീട് വെച്ചിട്ട് പിന്നെ പറയാമായിരുന്നു, ഇതായി സുതാര്യമായ കണക്കാണ്, ആപ്പിൽ ഇത്ര വന്നു, ഞങ്ങൾ പിരിച്ചെടുത്തത് ഇത്ര, ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്, ഏത് അക്കൗണ്ടിലാണ് അത് കിടക്കുന്നത്. ഇത് കൃത്യമായി സുതാര്യമായിട്ട് കണക്കടക്കം നാട്ടുകാരെ ബോധിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ പണി തുടങ്ങും, മോഡൽ വീട് ഇതാണ്, ഇതൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ഈ മെല്ലപ്പോക്ക്, ഇത് മെല്ലപ്പോക്കാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്. ശരിയാണ്, 175 പേർക്ക് വീട് കിട്ടി, അതിൻ്റെ താക്കോൽദാനം നടത്തി, ടൗൺഷിപ്പിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇലക്ഷൻ ആവാനായപ്പോഴാണ് സർക്കാരാണെങ്കിൽ പോലും ഈ സാധനം ഒന്ന് ആക്സിലറേറ്റ് ചെയ്തത്. ഓക്കെ, ശരിക്കൊരു സിസ്റ്റം അറിഞ്ഞിറങ്ങി പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ദുരന്തം കഴിഞ്ഞ് 365 ദിവസം ആവുന്നതിനുള്ളിൽ
ഒരു 50 പേർക്കെങ്കിലും ബെയർ മിനിമം വീട് കൊടുക്കായിരുന്നു. ഫെസിലിറ്റീസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂളും കോളേജും ആശുപത്രിയും ഷോപ്പിംഗ് മാളും തിയേറ്ററും ഇതൊക്കെ ഒരു ടൗൺഷിപ്പിനകത്ത് അത് വേറെ, അത് അമ്യൂണിറ്റീസാണ്. വെരി ബേസിക് ആയിട്ട് പണിയുമെന്ന് പറഞ്ഞ വീടും അതിലേക്കുള്ള കൃത്യമായ വഴിയും വെള്ളവും വെളിച്ചവും. ഇതൊരു 365 ദിവസത്തിനുള്ളിൽ ഇവിടെ സിസ്റ്റം അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നടക്കാവുന്ന പണിയേ ഉള്ളൂ. അത് ഇവിടുത്തെ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും സർക്കാരാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും താക്കോല് കൊടുത്തതിന് ശേഷം വീട്ടിൽ കയറി താമസിക്കാനുള്ള പാകത്തിനായിട്ടില്ല. ഓക്കെ, അത് PR വർക്ക് വെച്ച് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് അവിടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതൊക്കെ ചോദ്യം ചെയ്യണം UDF എന്നുണ്ടെങ്കിൽ UDF എവിടെ, വീട് എവിടെ? വീട് പോയിട്ട് ആ സ്ഥലത്തൊരു കല്ലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കല്ലിൻ്റെ മുകളിൽ ഒരു കോൺക്രീറ്റ് വന്നിട്ടുണ്ടോ? കുടില് കെട്ടി സമരം ചെയ്തു DYFI, പൊളിച്ച് എടുത്ത് കളയുമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ്. ചിരിക്കുകയാണ് നാട്ടുകാർ, കളിയാക്കി കൊണ്ടിരിക്കുക. എന്തുത്തരം പറയാൻ പറ്റും? റിപ്പോർട്ടർ ചാനലടക്കം പല ചാനലുകളും അവിടെ പോകുമ്പോൾ ഈ തരിശു ഭൂമിയാണ് കാണുന്നത്. ആന കയറാതിരിക്കാനുള്ള ഫെൻസും കെട്ടിയുള്ള തരിശു ഭൂമി. വയനാട് നിങ്ങൾ എവിടെ വേണം നോക്കിയാലും ആന കയറുന്ന പ്രശ്നവും വന്യമൃഗജീവികളുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അതൊന്നും നെഗ്ലക്റ്റ് ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ പറ്റില്ല. മനസ്സിലായോ? അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അതിനിപ്പോൾ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആന കയറുന്ന സ്ഥലം എന്നൊക്കെ അങ്ങനത്തെ ഇതിലേക്കൊക്കെ സംസാരം പോയതെങ്ങനെ? അപ്പോൾ ഇതൊക്കെ ആരാണ് ഇത്രയും കാര്യങ്ങൾ ആര് എൻഡോസ് ചെയ്യണം? UDFൽ ആരിതെടുക്കും, ഏറ്റെടുക്കും? ഇതിൻ്റെ ഈ ഫെയിലിയർ സംഭവിച്ചതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കും? നേതാക്കന്മാർ ഒന്നടങ്ങുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒറ്റക്കെട്ടായി നിന്ന് ഏറ്റെടുത്ത് ഇലക്ഷന് മുമ്പ് എത്രയും പെട്ടെന്ന് കണക്ക് ബോധിപ്പിക്കണം ജനങ്ങളോട്. എന്നാൽ നിങ്ങളെ ക്രെഡിബിലിറ്റി ഇനിയും പിടിച്ചു നിർത്താം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കേക്ക് വാക്ക് ആവില്ല ഈ ഒരു ഇലക്ഷൻ എന്നുള്ളത്. ഭയങ്കര പാടായിരിക്കും നിങ്ങൾക്ക്. കാരണം ഇതിലൊറ്റ കാര്യത്തിന് മുകളിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി പൊട്ടും. ഇത് നല്ല രീതിയിൽ ഇത് എസ്കലേറ്റ് ചെയ്ത് കാണിക്കാൻ അപ്പുറത്ത് BJPക്കും LDFനും പറ്റുന്നുണ്ട്. നിങ്ങളുടെ വാക്ക് മുട്ടിപ്പോവാണ്, വർത്താനം മുട്ടിപ്പോവാണ്. ചക്കാന്ന് ചോദിക്കുമ്പോൾ പെരുന്തച്ഛൻ്റെ മറ്റേ വാള് നല്ല ഉത്തരം കൊടുക്കേണ്ടത്. അതാണ് ഇപ്പോൾ സത്യത്തിൽ UDFന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കമ്മിങ് ടു ദിസ് പ്രൊജക്റ്റ്, വയനാട് 774 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് എത്തിയത്, ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയതുള്ളൂ. ഇങ്ങനെ എത്തുന്ന ഫണ്ടിൽ നിന്ന് ഇതുവരെ എത്ര ചിലവാക്കി, എന്തിനൊക്കെ ചിലവാക്കി, ഏത് രീതിയിൽ ചിലവാക്കി എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പ്രത്യേക അക്കൗണ്ട് ആയിട്ടാണ് ഈ തുകയുള്ളത്. അതായത് ഈ ചെലവഴിക്കുക, വയനാടിന് വേണ്ടി ഈ തുക ചെലവഴിക്കുന്നത് വയനാടിന് വേണ്ടി മാത്രമാണ്. മാസങ്ങൾക്ക് മുൻപ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ അബിൻ വർക്കി അടക്കമുള്ളവർ ഈ തുക എവിടെ ചെലവഴിച്ചു, പണം എവിടെ എന്ന് ചോദ്യം ഉയർത്തുന്നുണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ സൈറ്റിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെയും വ്യക്തമാണ്. നമ്മൾ കുറച്ച് മുൻപ് ആ സ്റ്റിൽ ഇവിടെ കണ്ടിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിലവിലുള്ള ആ തുകയുടെ കണക്കുകൾ എത്രയാണെന്ന് നോക്കൂ. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്കാണ്. ഇതിൽ വയനാട് ദുരന്തത്തിൽ 2024 ഉണ്ടായ വയനാട് ദുരന്തത്തിലെ കണക്കാണ് ഇതിലുള്ളത്. 773.98 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചത്. നോക്കൂ, 165.87 കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. മൊത്തം 410 വീടുകൾ നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ 178 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. വീട് ഒന്നിന് 20 ലക്ഷം രൂപയാണ് ചെലവഴിച്ച് സമഗ്രമായി എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീട് സർക്കാർ പണിയുന്നത്. ഇതിന്റെ കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ 20 ലക്ഷം വീതം 7 സെന്റിൽ 1000 അടി ചതുരശ്ര അടിയിൽ 410 വീടുകളാണ് ആകെ സർക്കാർ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നതാണ് നമ്മൾ ഈ കാണുന്ന 178 വീടുകൾ. പൂർണ്ണമായും നിർമ്മിച്ച് താക്കോൽ നൽകാൻ പോകുന്നത് മാർച്ച് 1 താക്കോൽ നൽകാൻ പോകുന്നത് ഈ 178 വീടുകൾക്കാണ്. കളക്ടറുടെ ദുരിതാശ്വാസത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് 707.65 കോടി രൂപയാണ്. താൽക്കാലിക വീടിന് വേണ്ടി നൽകിയത് 50 ലക്ഷം രൂപയാണ്. കുട്ടികളുടെ പഠനത്തിന് വേണ്ടി 2.1 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 20 കോടി രൂപയാണ് ടൗൺഷിപ്പിന് നൽകിയത്. വയനാട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ടൗൺഷിപ്പിന് പ്രാഥമികമായി നൽകിയ തുകയാണ് ഈ 20 കോടി രൂപ. 351 കോടി രൂപയാണ് ആകെ ഇതിന്റെ ചെലവ് കണക്കാക്കുന്നത്. നിലവിൽ നൽകിയത് 20 കോടി മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് മൊത്തം ഈ ടൗൺഷിപ്പിന് വേണ്ടി മാറ്റി വച്ചിരിക്കുന്ന തുക അല്ലെങ്കിൽ കണക്കാക്കുന്ന തുക 351 കോടിയാണ്. ആ 351
151 കോടിയിൽ 20 കോടിയാണ് ഇപ്പോൾ ഈ ഒരു വീടിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. ടൗൺഷിപ്പിന് പുറത്ത് പോയവർക്ക് 13.91 കോടി രൂപയും നൽകിയിട്ടുണ്ട്. അതായത് ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്നും 15 ലക്ഷം രൂപ മതിയെന്നും തീരുമാനിച്ച് സർക്കാരിൽ നിന്നും പണം വാങ്ങിപ്പോകാൻ ഒരു ഓപ്ഷൻ സർക്കാർ തുടക്കത്തിൽ നൽകിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ പണം വാങ്ങിയവർക്ക് നൽകിയതാണ് ഈ 13 കോടി 91 ലക്ഷം രൂപ എന്ന് പറയുന്നത്. കുടുംബശ്രീ വഴി നൽകിയത് 3.62 കോടി രൂപയാണ്. കുടുംബശ്രീ വഴി നൽകിയെന്ന് വെച്ചാൽ നിത്യച്ചെലവിന് വേണ്ടിയുള്ള സഹായമായിട്ട് വിതരണം ചെയ്തതാണ് നമ്മൾ ഈ പറയുന്ന 3.62 കോടി രൂപ. എസ്റ്റേറ്റിന് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് അല്ലേ. അപ്പം എസ്റ്റേറ്റിന് വേണ്ടി നൽകിയിരിക്കുന്നത് 43.56 കോടി രൂപയാണ്. ടൗൺഷിപ്പ് നിർമ്മാണത്തിനായുള്ള ഈ സ്ഥലം ഏറ്റെടുത്തത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ്. അതിനുവേണ്ടിയാണ് ഈ 43.56 കോടി രൂപ ചെലവഴിച്ചത്. കൂടാതെ ഈ എസ്റ്റേറ്റിൽ താമസിച്ചിരുന്ന തൊഴിലാളികളുണ്ട്, തോട്ടം തൊഴിലാളികളുണ്ട്. അവരുടെ വീടും കാര്യങ്ങളും ഒക്കെയും അവിടെയായിരുന്നു. ഇവരുടെയൊക്കെയും പുനരധിവാസത്തിന് വേണ്ടി, ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് 77.5 ലക്ഷം രൂപ, കർഷകർക്ക് നൽകിയ സഹായം 90.17 കോടി രൂപയാണ് നൽകിയിരിക്കുന്നത്. അതായത് ഈ ദുരന്തത്തിൽ കന്നുകാലികളടക്കം ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയാണ് ഈ 90.17 കോടി രൂപ സർക്കാർ നൽകിയത്. ഇതാണ് ഇതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വന്ന ഒരു പിക്ചറാണ് കേട്ടോ. ഇതിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും, ബട്ട് ദിസ് ഈസ് ദ പിക്ചർ. അതായത് എങ്ങനെയാണ് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഈ പ്രൊജക്റ്റിലേക്ക് ഫണ്ട് ഫ്ലോ വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ കണ്ടത്. ഇതിൽ തന്നെ ചോദ്യം ചെയ്യാവുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഊരാലുങ്കലിൻ്റെ ഒരു ഫാക്ടറുണ്ട്. 7-8 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 20 ലക്ഷത്തിൻ്റെ വീട് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അക്കൗണ്ട് നിരത്തി ചോദിക്കാൻ പറ്റും. പക്ഷെ UDFകാരെ കൊണ്ട് ഇത് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ എന്താ അറിയോ? അപ്പുറത്ത് തരിച്ച് ഭൂമിയായിട്ട് ആ മേടിച്ചിട്ടത് അതേപോലെ കിടക്കുകയാണ്. അവിടെ ജെല്ലി ഉടനടിച്ചത് അപ്പുറത്ത് റോഡ് പണിക്ക് വേണ്ടിയിട്ട് ഉടനിട്ട ജെല്ലിയാന്ന് വരെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒക്കെ വിഷയങ്ങളുള്ള സമയത്ത് ഇവിടെ പല സൈബർ ഹാൻഡിലുകളിലും വരുന്ന ചോദ്യങ്ങൾക്കും അവരുടെ ഫൈൻഡിങ്സിനും കൃത്യമായി മറുപടി കൊടുക്കാൻ പറ്റാതെ ഇവിടുത്തെ കൊങ്ങി കുട്ടികൾ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞത്, ചക്ക വാങ്ങാന്ന് പറയുമ്പോഴത്തേക്ക് പെരുന്നച്ചൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണ്ടത്. നേതൃത്വത്തിൻ്റെ ഏകോപനം വളരെ മോശമാണ് വയനാടിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് പൊളിഞ്ഞു വാളീസായി. എന്താണെങ്കിലും അത് എക്സ്പോസ്ഡായി ഭയങ്കരമായിട്ട്. അത് ഇനിയെങ്കിലും അതിലൊരു ക്രെഡിബിലിറ്റി തിരിച്ചു കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്കുകൾ ബോധിപ്പിച്ചേ പറ്റൂ. വയനാട് കോൺഗ്രസ് പിരിച്ച് പണം എവിടെ എന്ന് ചോദിച്ച് അവസാനം ഇപ്പോൾ അതിന്റെ കണക്ക് വന്നിട്ടുണ്ട്. കോൺഗ്രസ് പുറത്തുവിട്ടതല്ല, അവരുടെ ബാലൻസ് ഷീറ്റ് ഏതോ രീതിയിൽ ലീക്കായതാണ്. അതിൽ വയനാട് പിരിവ് നടന്ന കാലയളവിൽ കോൺഗ്രസിലേക്ക് കൂപ്പൺ സംഭാവനയായി ജനങ്ങൾ പിരിച്ചു നൽകിയിട്ടുള്ളത് 351 കോടി രൂപയാണ്. ഇപ്പോൾ അതിൽ ബാലൻസ് ഉള്ളത് 78 കോടി രൂപ. അതായത് ഏതാണ്ട് 270 കോടി രൂപ ചിലവായിട്ടുണ്ട്. PD സതീശൻ ആഴ്ചകൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത് വയനാട് ഫണ്ട് തന്റെയും KPCC പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്നാണ്. എന്നാൽ ഇലക്ഷൻ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ അങ്ങനെ ഒരു ജോയിന്റ് അക്കൗണ്ടേ ഇല്ല. ഇനി ഈ 270 കോടി രൂപ എന്തിന് ചെലവഴിച്ചു? ഇലക്ഷൻ പ്രചരണത്തിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നു. ശവം തൂക്ക് എന്നൊരു വാക്കുണ്ട്. സഖാവ് N സ്വരാജിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ആ വാക്ക് ആദ്യമായി കേൾക്കുന്നത്. ഇന്നിപ്പോൾ പത്രസമ്മേളനത്തിൽ സ്വരാജ് ആ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. അതായത് കള്ളന്മാർ, പോക്കറ്റ് അടിക്കാർ, ഇവരൊന്നും സാധാരണ മൃതശരീരത്തിൽ നിന്ന് മോഷ്ടിക്കില്ല. അത് അവരുടെ ഉള്ളിലുള്ള ഒരു മാന്യതയാണ്, ഒരു അലിഖിത നിയമമാണ്. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരു ന്യൂനപക്ഷം ഈ ശവശരീരത്തിൽ നിന്ന് ആഭരണങ്ങളും പണവും എല്ലാം മോഷ്ടിക്കും. അങ്ങനെയുള്ള ആളുകളെ ബാക്കി കള്ളന്മാർ അവരുടെ പരിസരത്ത് അടുപ്പിക്കുകയില്ല. ഏറ്റവും വെറുക്കപ്പെടേണ്ടവരായാണ് കള്ളന്മാർ തന്നെ ഇത്തരം കള്ളന്മാരെ കാണുന്നത്. അവർക്ക് ഈ കള്ളന്മാരുടെ ഇടയിലുള്ള വിളിപ്പേരാണ് ശവം തൂക്ക് എന്ന്. കേരള രാഷ്ട്രീയത്തിലെ ശവം തൂക്കായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഇത് ഇവർ ചെയ്യുന്നത് ആദ്യമായിട്ടല്ല. ലോകം നടുങ്ങിയ സുനാമി വന്നപ്പോൾ അതിന്റെ പുനരധിവാസത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിൽ ഇവർ കൃത്രിമം നടത്തി, അഴിമതി നടത്തി. പ്രളയം വന്ന് സകലതും മുങ്ങിയപ്പോൾ 1000 വീട് KPCC നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ച് 50 വീട് തികച്ചു വെച്ചു കൊടുക്കാതെ ആ ഫണ്ട് ഇവർ മുക്കി. UDF സ്ഥാനാർത്ഥികളുടേതായി നിങ്ങൾ കാണുന്ന ഓരോ പ്രചരണ പോസ്റ്ററിൽ, നിങ്ങളുടെ മുന്നിൽ വരുന്ന ലഘുലേഖയിൽ, PR പരസ്യങ്ങളിൽ എല്ലാം വയനാട് മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യന്റെ ചോരയുടെ ഗന്ധമുണ്ട്. CMDRF എന്നതൊരു സർക്കാർ സംവിധാനമാണ്. CAG ഓഡിറ്റ് ചെയ്യുന്ന, നിയമസഭയിൽ കണക്ക് വയ്ക്കുന്ന പണമാണ്. അതിൽ എത്ര രൂപ വരവ്, എത്ര രൂപ ചെലവ്, എന്തിനെല്ലാം ചെലവഴിച്ചു എന്നുള്ളത് ഈ കേരളത്തിലെ ഓരോ മനുഷ്യനും അറിയാൻ അവകാശമുള്ള, അറിയാൻ സാധിക്കുന്ന കണക്കാണ്. ആ കണക്കിലേക്ക് എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോഴും മനുഷ്യർ നല്ല രീതിയിൽ സംഭാവന കൊടുക്കുന്നതാണ്. കോവിഡിന്റെ സമയത്ത്, പ്രളയത്തിന്റെ സമയത്ത്, നിപ്പയുടെ സമയത്തൊക്കെ നമ്മളത് കണ്ടു. ആ ഫണ്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്താണ് കോൺഗ്രസ് അന്ന് തങ്ങൾക്ക് പണം തരൂ എന്ന് പ്രചരണം നടത്തിയത്.
അതിൽ സ്വാഭാവികമായി വീണിട്ടുണ്ടാവുക ആരാണ്? ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരോ നിഷ്പക്ഷരോ ആയിട്ടുള്ള മനുഷ്യരായിരിക്കില്ല, കോൺഗ്രസ്സുകാരായിരിക്കും. സ്വന്തം കൊടി പിടിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരോടാണ് കോൺഗ്രസ് ഈ നെറികേട് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ കോണ്ടന്റുകൾക്ക് ഉത്തരം പറയാൻ ഇവിടെ ഏതെങ്കിലും ഒരു നേതാവ് കോൺഗ്രസിൻ്റെ വരും ദിവസങ്ങളിൽ വന്നാൽ നന്നായിരിക്കും. അതിനിപ്പോൾ കോൺഗ്രസ് നിന്ന് പുറത്ത് നിൽക്കുന്ന രാഹുൽ മാങ്കാട്ടുത്തനും ആവാട്ടോ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അയാളെ കൊണ്ട് ഇനിയിപ്പോൾ ഇതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളുള്ളൂ തോന്നുന്നു. കാരണം ഇനി എന്തെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇതിലെന്തെങ്കിലും പറയാനാണെന്നുണ്ടെങ്കിലും ഈ ചങ്ങായി ഇനി അതിന് വായോർന്ന് എഴുതിടാനുള്ളത് ഉള്ളത് തോന്നുന്നുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പേജും അയാളുടെ എഴുത്തുകളുമാണ്. ഒന്നും കിട്ടുന്നില്ല. എന്ത് കിട്ടാനാണ്? കോൺഗ്രസ്സുകാർക്ക് ഒരു ചുക്കും കിട്ടുന്നില്ല. ആകെ കിട്ടാൻ പാകത്തിനുണ്ടായിരുന്ന ഒരാളെ പിടിച്ചിട്ട് LDF നല്ല സൈഡാക്കും ചെയ്തു. BJP പിന്നെ സീനെന്നേ മാറി. മനസ്സിലായോ? കൊള്ളാം. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ഒരു എലക്ഷൻ സമയത്ത് ക്ലാരിറ്റി ഇല്ലാതെ, അതും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഇത്രയും മോശമായ രീതിയിൽ ഹാൻഡിൽ ചെയ്തത് UDFൻ്റെ വൻ പരാജയമാണ്. ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയാൽ, ഇലക്ഷൻസിന് മുമ്പ്, ഡേറ്റിന് മുമ്പ് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയാൽ അത് നിങ്ങളെ വോട്ട് ബാങ്കായിട്ട് കാണും, നിങ്ങളെ വോട്ടിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടിയായിരിക്കും.